എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ നാണം കെട്ടൊരു മൂമെൻറ്റ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ എടുക്കാൻ വേണ്ടി ക്ലാസ്സിൽ നിൽക്കുക. ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്, പ്രിൻസിപ്പാളുണ്ട്, എൻ്റെ ടീച്ചർമാരുണ്ട്, വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനിങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു ഓക്വേർഡ് സൈലന്റ് ഉണ്ടല്ലോ. കാരണം ഞാനിങ്ങനെ ഇറങ്ങി വന്നു, മിസ്സുമാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് സൈലന്റ് ആവാൻ വേണ്ടി ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ മിസ് എന്നോട് പറഞ്ഞു തുടങ്ങിയേക്കോ അബി എന്ന് പറഞ്ഞു. എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി, എൻ്റെ കൈ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി, എൻ്റെ ബോഡി പോസ്റ്റർ ഭയങ്കരമായിട്ട് വീക്ക് ആവാൻ തുടങ്ങി. അപ്പോൾ മിസ് എന്നോട് ഒന്നും കൂടെ പറഞ്ഞു, അബി നീ പറഞ്ഞോ. അപ്പം ഞാൻ എന്തോന്നും മർമർ ചെയ്തു. ബ്രോ അത് കേട്ട് ക്ലാസ്സിലുള്ളവരെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഞാൻ ഒരു ക്ലാസ്സിന് നടുക്കിയിരിക്കുക, അതിൻ്റെ ഫുള്ളി ഒരു 45-50 പേരുണ്ട്, അവരെല്ലാം എന്നെ നോക്കിയിരിക്കുക. ഞാൻ എന്തോ മിസ്റ്റേക്ക് പറഞ്ഞു, എനിക്ക് എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയിട്ടിരിക്കുക. അവരെല്ലാവരും എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. ബ്രോ എൻ്റെ ഹൃദയത്തിലുള്ള ആ പെയിൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കപ്പോൾ ഡിസപ്പിയർ ആയ മതിയെന്ന് തോന്നി. ബട്ട് ദാറ്റ് ചേഞ്ച്ഡ് എവ്രിതിങ്. ഞാൻ വളർന്ന സമയത്ത് തന്നെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് അന്ന് തന്നെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇവൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല തമാശയൊക്കെ പറയും, നല്ല കോമഡി ആയിട്ട് സംസാരിക്കും, നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ഒക്കെ പറയും. ഞാനിങ്ങനെ ഓക്വേർഡ് ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയി ഒന്നും മിണ്ടാതെ ടിപ്പിക്കൽ സൈലന്റ് ഒരു ഇൻട്രോവേർട്ട് ഗൈഡ് കൂട്ടി ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയായിരുന്നു ബ്രോ എനിക്ക്. റിയലി സത്യത്തിൽ എനിക്കൊരു സോഷ്യൽ ഇവന്റ് ഉണ്ടാവും, ഇപ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ അടുത്തൊരു പാലുകാച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷൻ വരും. ഓ ഞാൻ അവിടെ പോകണം, ഞാൻ അവിടെ ചെന്ന എന്തായിരിക്കും, ഇങ്ങനായിരുന്നു ബ്രോ എൻ്റെ തോട്ട്, റിയൽ തോട്ട് എന്ന് പറഞ്ഞാൽ. മിക്കവാറും അങ്ങനെയുള്ള ഇവന്റ് എല്ലാം ഞാൻ അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, ഞാൻ എൻ്റെ കാറിനകത്തിരിക്കുക, ആ ക്ലാസ്സിൽ നടന്ന കാര്യമാണ് എൻ്റെ മൈൻഡ് ഫുള്ളും റിപ്പീറ്റ്ലി ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ അത്രയും ആൾക്കാർ ഇൻസൾട്ട് ചെയ്ത കാര്യം, എന്നെ അത്രയും ആൾക്കാരുടെ മുമ്പിൽ എല്ലാവരും എന്നെ നോക്കി ചിരിച്ച കാര്യം, അത്രയും ആൾക്കാർ എന്നെ കളിയാക്കിയ കാര്യം ഇങ്ങനെ റിപ്പീറ്റ്ലി എൻ്റെ ബ്രെയിനിൽ ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സത്യത്തിൽ ആ പെയിൻ എൻ്റെ ഉള്ളിലാണ് ബ്രോ ടച്ച് ചെയ്തത്. സത്യത്തിൽ അന്ന് ഞാൻ റിയലി കരഞ്ഞു. ഞാനന്ന് ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതാണോ എൻ്റെ ലൈഫ്? ഹാപ്പിനെസ് എന്താണെന്ന് അറിയാത്ത ഒരു ലൈഫ്. ബട്ട് സംതിങ് ക്ലിക്ഡ്. ഞാൻ അന്ന് മനസ്സിലാക്കി ബ്രോ, ഞാൻ അന്ന് റിയലൈസ് ചെയ്തു, നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ വി നീഡ് ടു ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നമുക്ക് എങ്ങനെ ആൾക്കാരോട് സംസാരിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരെ എങ്ങനെ നമുക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അന്ന് അത്രമാത്രം പെയിനിൽ ഞാൻ ഇരുന്ന സമയത്താണ് ബ്രോ ഈ ഒരു സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ബ്രോ ഞാൻ അന്ന് ഡിസിഷൻ എടുത്തു, ഐ വിൽ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. അതേ ക്ലാസ് റൂമിൽ, അതേ കോളേജിൽ, അതേ ആൾക്കാരുടെ മുമ്പിൽ, എന്നെ കളിയാക്കിയ അതേ ആൾക്കാരുടെ മുമ്പിൽ 2 ആഴ്ച കഴിഞ്ഞപ്പം അവരെ കൊണ്ട് എൻ്റെ പ്രസന്റേഷൻ കണ്ടിട്ട് ഞാൻ കൈ അടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അത് ഈവൻ മാസം എന്ന് തന്നെ നമുക്ക് പറയാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വിത്ത് പ്രൂഫ്. കാരണം എന്തെന്നല്ലേ, ഐ ആം ബിൽഡ് ഡിഫറെൻറ്റ്. ഞാൻ പറയുന്നു, നിങ്ങൾ ഏതൊരു സിറ്റുവേഷനാണെങ്കിലും, നിങ്ങൾക്ക് ഇപ്പം ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും, മിഡിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും, എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും, ഐ ഡോണ്ട് കെയർ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്ന് എക്സാക്ട്ലി അറിഞ്ഞിരിക്കണം. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബ്രോ, നമ്മളോട് എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പൊട്ടത്തരം എന്തുകൊണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലിയുള്ളവരും എല്ലാവരും നിങ്ങൾക്ക് ഫീഡ് ചെയ്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ എല്ലാവരും അവർ ഒന്നാമത് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം എന്തോ, നിങ്ങൾ ലിസണിങ് ചെയ്യണം. ആൾക്കാർ നല്ലോണം ലിസണിങ് ചെയ്യണം, ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം കേട്ടോ, ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം. ബ്രോ പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്. ബട്ട് അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം ബ്രോ. നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ആൾക്കാരുടെ ഒരു ലൈക്കബിൾ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം അത് പറ്റുന്നില്ലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ലിസൺ ചെയ്തിരുന്നിട്ട് മാത്രം ഒരു കാര്യമല്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഇങ്ങനെ ലിസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണോ ഗുഡ് കമ്മ്യൂണിക്കേഷൻ? നോ, ഫക്ക് ഓഫ്. അതല്ല ബ്രോ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരാളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഓക്കെ, അപ്പം നമ്മൾ ഒരു ഗുഡ് ലിസണർ ആണ്. ആ പോയിന്റ് വേണം. ആ പോയിന്റ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കണം? ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരാളെ റിയലി നിങ്ങളുടെ ഫ്രണ്ട് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ആദ്യം വരിക, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ലിസൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കണം? ഓ, എന്തോ കഴിച്ച്, ഇന്ന് ഏത് ജെട്ടി ഇട്ടേക്കുന്നത്, ഏത് ഉടുപ്പാണ് ഇട്ടേക്കുന്നത്, ഇത് പൊട്ടത്തരമല്ല ചോദിക്കേണ്ടത്, മനസ്സിലായി? അതിനൊന്നും ഒരു വാലിഡ് പോയിന്റ്, ഒരു കാര്യവുമില്ല. നിങ്ങൾ ചോദിക്കേണ്ടത് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, എന്താണ് അവർ റിയലി ഇൻട്രസ്റ്റഡ് ആവുന്നത്, എന്താണ് അവരെ കുറിച്ച് തന്നെ ഓപ്പൺലി പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്താണ്. ഇപ്പം ബാഡ്മിന്റൺ പ്ലെയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവനോട് ചോദിക്കുന്നത്, ഓ നീ ഫുട്ബോളിന്റെ ഗെയിം കണ്ടു, നീ ഇത് അങ്ങനല്ല ചോദിക്കേണ്ടത്, മനസ്സിലായില്ലേ? അവൻ വൈകിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നീ എത്രമാത്രം സ്കോർ ചെയ്യാറുണ്ട്, എന്നെയും കൂടി ഇത് പഠിപ്പിച്ചു തരും എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾ ഫുള്ളും സെറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ അറ്റൻഷൻ ഫുള്ളും സെറ്റ് ചെയ്യേണ്ടത് അവരിലായിരിക്കണം. അവർക്ക് റിയലി ഫേക്ക് ചെയ്യാൻ പോകരുത്, അവർക്ക് റിയലി തോന്നണം, ഓക്കെ ഇവൻ ഇത്രമാത്രം ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ, ഹീസ് എ ഗുഡ് ഗായ്. ഒരിക്കലും പൊട്ടന്മാർ റൂട്ട് വിചാരിക്കില്ല, ഓ അവരിപ്പോൾ എന്നോട് പറയാൻ പോകും ഹീസ് എ ഗുഡ് ഗായ് എന്ന് പറയാൻ പോകുന്നു വെച്ച് അമൂൽ ബേബിയുടെ കൂട്ട് വിചാരിച്ചിരിക്കരുത്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, ഇവനോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു സ്പെഷ്യൽ എനർജി കിട്ടി, ഇവനോട് സംസാരിക്കുമ്പോൾ എനിക്ക് കുറെ കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെന്ന് അവർക്ക് തോന്നും. ബ്രോ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ബ്രോ കമ്മ്യൂണിക്കേഷൻ. ഐ എം ബിൽഡ് ഡിഫറെന്റ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദിസ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് നിങ്ങൾ നമ്പർ 1 ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യുന്ന കുറേമാരുണ്ടല്ലോ, ഓ നിങ്ങൾ രാവിലെ എണീച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് ജസ്റ്റ് മുഖം പോലും കാണിക്കാതെ ബാക്കി വന്ന് ഇങ്ങനെ ഒളിച്ചിട്ട് നിങ്ങളെ ഇങ്ങനെ സുഖിപ്പിച്ച് വിടുന്നത്, അതുപോലുള്ള പരിപാടികളല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു എയിം ഉണ്ട്, നമുക്കൊരു ഗോൾ ഉണ്ട്. ഒരിക്കലും അത് കള്ളമാണെങ്കിലോ സത്യമാണെങ്കിലോ നിങ്ങൾക്ക് ഹേർട്ട് ആവും, നിങ്ങളോട് സത്യം പറയാൻ പറ്റത്തില്ല, അയ്യോ അവരെന്നെ കാണത്തില്ല എന്ന് വെച്ചിട്ട് ഒരു കാര്യവും ഞാൻ മറച്ചു വെക്കത്തില്ല ബ്രോ. ഞാൻ നിങ്ങളോട് റിയൽ ട്രൂത്ത് ആണ് പറഞ്ഞത്. യു നീഡ് ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇത് സത്യത്തിൽ യൂട്യൂബിൽ കയറി വന്നിട്ട് എല്ലാവരുടെയും കുറെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇതൊരു യൂട്യൂബ് ചാനൽ മാത്രമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ റിയലി ഇംപ്ലിമെന്റ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഇപ്പം പറഞ്ഞതൊക്കെ കൊള്ളാം, അങ്ങനെയാന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. യു നീഡ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്. എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും? നാളെ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഈ ആദ്യത്തെ പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ കാണണം. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ ആക്ഷൻ എടുക്കാതെ എങ്ങനെയാണ്? അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോബ്ലങ്ങൾ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഐ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റത്തില്ല, അവിടെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ വരും, റൈറ്റ്? അതെങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്? അതിനകത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങൾ മാറുന്നത്? നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ ചിലവന്മാരുടെ റാൻ മൈൻഡ് സെറ്റ് എന്താ പറയുക, നിങ്ങളൊരു ഫാറ്റ് പിഗ് ആണെന്ന് വെച്ചോ, ഒരു വണ്ണമുള്ള ഒരു പന്നിയാണെന്ന് വെച്ചോ, റൈറ്റ്? നിങ്ങൾ ആദ്യം ജിമ്മിൽ പോയിട്ട് എനിക്ക് പെട്ടെന്ന് ബോഡി ബിൽഡ് ചെയ്യണം, എനിക്ക് പെട്ടെന്ന് ബോഡി വേണം, ഏറ്റവും വെയിറ്റ് കൊണ്ടുപോകും, വലിയ വെയിറ്റ് ഉണ്ട്, ഇതാണോ കറക്റ്റ് ആയിട്ടുള്ള ലോജിക്ക്? അല്ല. നമ്മളൊരു ജിമ്മിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഫെയിൽ ആവും. നമുക്ക് നല്ലോണം ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അത്രമാത്രം വെയിറ്റ് എടുക്കാൻ പോകരുത്. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫെയിൽ ആവും. ചിലപ്പോൾ അവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോകും, ചിലപ്പോൾ അവർ സംസാരിക്കാൻ അവർക്ക് മൂഡ് കാണത്തില്ല, പല പ്രശ്നങ്ങൾ വരും. ഇതിനകത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആവാൻ നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്. അല്ലാതെ അവന്മാരുടെ വായിരിക്കുന്ന കേൾക്കാനോ, അവന്മാർ നിങ്ങളെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു നോക്കാനോ, അവന്മാർ വല്ലതും പറഞ്ഞില്ലയോ, അവന്മാരവിടെ ഉണ്ടോ ഇല്ലയോ, ഡോണ്ട് ഗീവ് എ ഫക്ക്, റൈറ്റ്? എൻ്റെ ഇംഗ്ലീഷ് നല്ലതാണ്. സോ ഡോണ്ട് ഗീവ് എ ഫക്ക്. എന്തുകൊണ്ട് നിങ്ങൾ എന്തിനാ അവന്മാരവിടെ ഉണ്ടോ ഇല്ലയോ? കാരണം എന്താണ്? നമ്മളിവിടെ സെൽഫിഷ് ആവണം. റിയലി ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളിവിടെ സെൽഫിഷ് ആവണമെന്നാണ്. നിങ്ങളുടെ ഇമ്പ്രൂവിന് വേണ്ടി, നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി, നിങ്ങളുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? സോ യു നീഡ് ടു ഗോ ആൻഡ് ഇംപ്ലിമെന്റ് ദിസ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് ഞാൻ നിങ്ങളോട് പറയണോ വേണ്ടെന്ന് കുറെ തിങ്ക് ചെയ്ത്, ഇതൊരു ഈസി മെത്തേഡാണ്. ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ ഈസി പൂസി മെത്തേഡാണ്. പുസി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഈസി മെത്തേഡാണ് ബ്രോ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പ്ലാൻ ഫോർ ഇറ്റ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്താണ് ബ്രോ പ്രിപ്പയർ ചെയ്യുക, പ്ലാൻ ചെയ്തതിന്റെ എക്സാം ആണോ എന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ തോന്നുന്നത്, റൈറ്റ്? സ്വാഭാവികം. ബ്രോ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോകണം, റൈറ്റ്? എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്തോന്ന് അറിയാം ബ്രോ?
എല്ലാവരും കോമൺലി ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറയും, ഓ ബ്രോ എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട് ബ്രോ, അത്രയും പിള്ളേർ കാണും ബ്രോ, അവിടെ പെൺപിള്ളേരുണ്ട് ബ്രോ, അവിടെ ആൺപിള്ളേരുണ്ട് ബ്രോ, അയ്യോ മിസ്സുമാരുണ്ട് ബ്രോ, ഇതിനിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും ബ്രോ, ഞാൻ എങ്ങനെ ഇതിനകത്ത് പറയാം ബ്രോ, എങ്ങനെ ഇതിനകത്ത്, ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് നാളെ 1 മണിക്കാണ് നിങ്ങൾക്ക് പ്രസന്റേഷൻ, 1 മണി വരെ ഇതുപോലെ ഓവർ തിങ്ക് ചെയ്ത് കൊടുക്കും. ദാറ്റ്സ് ബുൾഷിറ്റ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ബ്രോ? ഇതാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കട്ട് ദ ഫാറ്റ്. എല്ലാം മാറ്റി വെക്കുക. എല്ലാം മാറ്റി വെച്ചിട്ട് ഇതുമാത്രം നിങ്ങൾ നോക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾ എന്താണ് അവിടെ ചെന്ന് സംസാരിക്കുന്നത്, ഓരോ വാക്കും നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾ പ്ലാൻ ചെയ്തേ പറ്റൂ, വേറെ ഒരു വഴിയില്ല. നിങ്ങൾക്ക് പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ സ്ലൈഡോ അല്ലെങ്കിൽ PDF ആണെങ്കിൽ അത് പഠിക്കുക. അത് പഠിച്ചിട്ട് നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യാം. ബ്രോ നിങ്ങൾക്ക് ഈ സ്ലൈഡിനകത്തുള്ള ഒരു സാമാനം അറിയത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ആ കോൺഫിഡൻസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഓറ അവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ വിൻ. ഐ എം ടെല്ലിങ് യു ഗൈസ്. എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം? പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇനി എന്തോ ചെയ്യണം, ഇനി ഞാൻ ബുക്ക് എടുത്തിട്ട് എഴുതണോ, എങ്ങനെ പ്ലാൻ ചെയ്യണ്ടേ? കമോൺ ബ്രോ, കമോൺ, ഡോണ്ട് ബി എ പുസി. എനിവേ, ഇപ്പൊ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു, കേൾക്കൂ. സോ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് പ്ലാൻ ചെയ്യാൻ, റൈറ്റ്? പ്രൊക്രാസ്റ്റിനേഷൻ ആണ്, പ്ലാനിങ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ റിയലി എന്താണ് ഡെപ്ത് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് അറിയാം? ജസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ഒരിടത്ത് കാമായിട്ടൊരു പ്ലേസിൽ ചെന്ന് ഇരിക്കുക, സമാധാനത്തിൽ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പ്രഷറൈസ് ചെയ്ത്, നിങ്ങളെ ടൈം ട്രാവൽ ചെയ്ത് ആ സിറ്റുവേഷനിൽ കൊണ്ടുപോകുക. എന്ന് വെച്ചാൽ നാളെ 1 മണിക്കാണ് നിങ്ങൾക്ക് പ്രസന്റേഷൻ വരുന്നതെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യും ബ്രോ. സോ ഇന്ന് ഈ സമയത്ത്, ഇന്ന് 11 മണി സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട്, ഓക്കെ ഞാൻ അവിടെ ഇപ്പോൾ നിൽക്കുകയാണ്, ഇത്രയും ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ട്, അത് നിങ്ങൾക്ക് റിയലി ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബ്രോ. ഇതാരും ചെയ്യുന്നില്ലെന്നറിയും ബ്രോ, വണ്ടർ അടിക്കുകയാണ് ഞാൻ സത്യത്തിൽ ബ്രോ. നിങ്ങൾക്ക് റിയലി നിങ്ങളെ ടൈം ട്രാവൽ ചെയ്ത് അവിടെ കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ട് അതുപോലെ ആക്കാൻ പറ്റും. അത്രയും പ്രഷറൈസ് ചെയ്യുന്നു. ഓക്കെ നിങ്ങൾ എന്നിട്ട് അത് പ്രസന്റ് ചെയ്യുക ബ്രോ. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 വീക്ക് കഴിഞ്ഞിട്ട് പോയി അവൻ്റെ ഒക്കെ എല്ലാത്തിനും വായിലടിച്ചു കൊടുത്തത് ചുമ്മാതല്ല, ട്രൈ ചെയ്തിട്ടാണ്, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളെ വേണ്ടത്. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നാമത്തെ കാര്യം, യു നീഡ് ടു ടേക്ക് ആക്ഷൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ടൈം ട്രാവൽ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ, ഓക്കെ ഇത് അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം വരുമായിരിക്കും, അവിടുന്ന് മിസ് ചെയ്ത് പറയുക, ഓക്കെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആവേണ്ടത്, ഓക്കെ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരും, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ എന്താണ്, നിങ്ങളൊരു 10 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ബ്രോ നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇമാജിൻ ദിസ് ബ്രോ, ഇമാജിൻ യു ഗോണ കിൽ ഇറ്റ് ബ്രോ. ഞാൻ പറയുന്നു, സോഷ്യൽ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊന്നു കളയാൻ പറ്റും. ബ്രോ, അത്രമാത്രം നിങ്ങൾക്ക് എനർജിയും ഡോപ്പമിൻ പീക്ക് തരുന്നൊരു കാര്യവും വേറെ ഇല്ല ബ്രോ. സോ ഡു ഇറ്റ്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, കോൺഫിഡൻസ്, സ്പീക്ക് വിത്ത് ക്ലാരിറ്റി, കോൺഫിഡൻസ് ആൻഡ് നോൺ വെർബൽ ക്യൂ. ഐ നോ വാട്ട് ഐ എം ടോക്കിംഗ്. ലിസൺ ഗൈസ്, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനകത്തല്ല ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് വാക്ക് ഉപയോഗിക്കുന്നു, നമ്മൾ എന്ത് വാക്കിനകത്ത് എന്തു പറയുന്നു, അത് പറഞ്ഞതിന് ലോജിക് ഉണ്ടോ, അത് പോയിന്റ് ആണ്. പക്ഷെ അത് ഡീപ്പ് ലെവലിൽ അത് പ്രശ്നമായിട്ട് വരത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ ബേസിക് ലെവലിൽ നിൽക്കുന്ന നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞത് ഒരു കോൺഫിഡൻസ് ആയിട്ടാണ്. അത് ക്ലാരിറ്റി ഉണ്ട് എൻ്റെ വേർഡിന്, റൈറ്റ്? ക്ലാരിറ്റി ഉണ്ട്. നോൺ വെർബൽ ക്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇമാജിൻ ദിസ് ബ്രോ. എടി ഞാൻ നിന്നെ അവിടെ വെച്ച് കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത് എങ്ങനെ പറയണമെന്ന് അറിയാൻ മേലാഞ്ഞു. പിന്നെ എൻ്റെ ലൈഫിൽ കുറേ പ്രോബ്ലങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, എന്നെപ്പോലെ ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ നീ ഇഷ്ടപ്പെടും. വാട്ട് ദ ഫക്ക് ഈസ് ദാറ്റ്? നമ്മളൊരു പെൺകൊച്ചിനെ പെപ്യൂഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ഇല്ല, എന്ത് സംസാരിക്കേണ്ടത്, ഐ കോണ്ടാക്ട് കൊടുക്കുന്നില്ല, ഇങ്ങനെ പോവുക. ബട്ട് അതേ സമയം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നെ പോലൊരു ആളാണെങ്കിലും, ഹായ്ഡേ എടേ ഇയാളെ ഞാൻ എന്നും കാണാറുണ്ട്, ഇയാൾ ആ വഴി പോകുമ്പോഴൊക്കെ ഞാൻ ഇയാളെ നോക്കാറുണ്ട്. എനിക്കിത് സത്യത്തിൽ ഇയാളെ ഡിസ്റ്റർബ് ചെയ്യണമെന്നൊന്നും വെച്ചിട്ടല്ല ഞാൻ ഇപ്പോൾ ഇയാളോടൊന്ന് സംസാരിക്കുന്നത്. എനിക്കിത് ഇയാളോട് പറയണമെന്ന് തോന്നി. ഇത് ഞാനിപ്പം വന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം തോന്നുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇയാളോട് പറയുന്നത്.
എടാ ഇയാളുടെ ഐസ് ഉണ്ടല്ലോ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഇയാളുടെ കണ്ണ് എഴുതുന്ന രീതി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, എന്നാലും ഇയാളുടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കണ്ണുകൾ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇയാളുടെ പേരെങ്ങനായിരുന്നു? അനീഷ. അനീഷ, എനിക്ക് ഇയാളുടെ ഓപ്പൺലി ഒരു കാര്യം പറയണമെന്നുണ്ട്. അനീഷ എന്ന പേരിൽ ഇത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ക്യാപ്. സോ ഇങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം, മനസ്സിലായി? സ്ലോ ആയിട്ട്. അത് ഇച്ചിരി ക്രിഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഐ എം സ്മൂത്ത് വിത്ത് ഇറ്റ്. എന്താണ് ഇവിടെ റിയലി നമ്മൾ നോക്കേണ്ടത്? എന്താണ് ഇവിടുത്തെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്തു. ഞാൻ നേരത്തെ പ്രസന്റ് ചെയ്തത് എന്താ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇതായിട്ട്. പക്ഷെ മെറ്റേ എന്ന് പറഞ്ഞാൽ ഈവൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം തന്നില്ലെങ്കിൽ അവൾ നിങ്ങളെ സെക്യൂരിറ്റി അടിച്ചാലോ, ഈവൻ എന്താണ് നിങ്ങൾ നിങ്ങളുടെ പോർഷൻ കറക്റ്റായിട്ട് ചെയ്തു. നിങ്ങൾക്കത് കോൺഫിഡൻസോടെ നിങ്ങൾക്കത് കാമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ട്? നിങ്ങൾ ഈ മൂന്നാമത്തെ റൂൾ ഉപയോഗിച്ചുകൊണ്ട് സ്പീക്ക് വിത്ത് ക്ലാരിറ്റി, കോൺഫിഡൻസ്, യു വിൽ വിൻ. യു വിൽ വിൻ. സോ ബ്രോ, നമ്മളിപ്പോൾ റിയലി തിങ്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇതിനകത്തുനിന്ന് റിയലി മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായാലും, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും നമ്മളെ ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു പൊട്ടനാണ്, ഇങ്ങനെ നാട്ടുകാർ നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ബിലീഫ് റിയലി ഇതാണ് സംഭവിക്കുന്നത്. ആൾക്കാർ പറയുന്ന ബിലീഫ് നമ്മൾ റിയലി എടുത്തിട്ട് നമ്മൾ ഓക്കെ ഞാൻ ഇങ്ങനെ ഒരാളാ, എനിക്ക് പറ്റത്തില്ല. കണ്ടില്ലേ എൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ മാറുന്ന കണ്ടില്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ തോട്ടാണ് കണ്ടിന്യൂസ്ലി നിങ്ങളുടെ മൈൻഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇതിനകത്തുനിന്നൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ വി നീഡ് ടു ടേക്ക് ആക്ഷൻ. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങൾ എത്രമാത്രം ഏത് പ്രോബ്ലത്തിലാണെങ്കിലും ബ്രോ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണെങ്കിലും, നിങ്ങളിപ്പോൾ വിഷമത്തിലാണെങ്കിലും, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലും, നിങ്ങളിപ്പോൾ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിലും, നിങ്ങൾക്കിപ്പോൾ പൈസ ഉണ്ടെങ്കിലും, നിങ്ങൾക്കിപ്പോൾ പൈസ ഇല്ലെങ്കിലും, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ യൂണിവേഴ്സിൽ ഒരു കാര്യം മാത്രമേ സ്ഥിരമായിട്ട് നടക്കുന്നുള്ളൂ. അത് ചേഞ്ചാണ്, മാറ്റമാണ്. മാറ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും, നിങ്ങൾ സന്തോഷത്തിലേക്ക് വരും. നിങ്ങളിപ്പോൾ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവും. നിങ്ങളൊന്ന് ടയർഡാവും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, കുറേ പ്രശ്നങ്ങൾ വരും, നിങ്ങളും ഒരു വിഷമം, സ്ട്രഗിൾ സിറ്റുവേഷനിലേക്ക് വരും. അങ്ങനാണ് ബ്രോ കാര്യങ്ങൾ നടക്കേണ്ടത്. നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്നോട് പറയുക, എൻ്റെ വീഡിയോസ്, എസ്പെഷ്യലി ഇസഡ് ഗ്രൂപ്പിൻ്റെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആണോ? നിങ്ങൾ ഇതിനകത്ത് ആക്ഷൻ എടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പുള്ള വീഡിയോസാണ് വേണ്ടത്? ഏത് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഏത് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ആൽമരമാണ്, ഇതിനകത്ത് ഏതിലയാണ് നിങ്ങൾക്ക് വേണ്ടത്? നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ സേ ഇറ്റ് വിത്ത് മീ, യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ സെഡ് ഗ്രൂപ്പ്. This is not the end, this is the beginning. Love you brother. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റൊട്ടീൻ ഭയങ്കരമായിട്ട് പട്ടി ഉറക്കുന്നതിനോട്ട് ഞാൻ റൊട്ടീൻ എന്ന് പറയും. റൊട്ടീൻ നിങ്ങൾക്ക് റൊട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ് റൊട്ടീൻ, നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ വേണമെങ്കിൽ just go and watch this video. Bye.